സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നാണ് CPM ഇപ്പോൾ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും BJPയും ഒരേ രീതിയിൽ ഭരണഘടനയെ അവഹേളിക്കുന്നവരെ തള്ളിപ്പറയാൻ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏതായാലും മല്ലപ്പള്ളി പ്രസംഗത്തിൽ ഭരണഘടനയെ അവഹേളിച്ചു എന്നൊരു കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം അന്ന് രാജിവെച്ചത്. അന്ന് അദ്ദേഹം രാജിവെച്ചു. അതേക്കുറിച്ച് പിന്നീട് പോലീസ് അന്വേഷിച്ചു. ആ പോലീസ് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പിന്നീട് കുറ്റവിമുക്തനാക്കിയത്. അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായത്. ഈ കാര്യത്തിൽ കോടതിയുടെ ഒരു അന്തിമ അഭിപ്രായം വരുന്നതിന് മുമ്പ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ ശരിയായില്ല എന്നൊരഭിപ്രായം ആ കാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വളരെ കൃത്യമാണ്. അതായത് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ പോലീസ് നടപടിയെ തള്ളി പറഞ്ഞിരിക്കുകയാണ്, സമ്പൂർണ്ണമായി തള്ളി പറഞ്ഞിരിക്കുകയാണ്. തന്നെയല്ല, അതിൽ കൃത്യമായി നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹം ഭരണഘടനയെ അവഹേളിച്ചു എന്നുള്ള ആ സന്ദേശം തന്നെയാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹൈക്കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം, അന്ന് രാജിവെക്കാനിടയായ സാഹചര്യം, അത് അതിനേക്കാളും ഗൗരവത്തോടുകൂടി ഇപ്പം നിലനിൽക്കുന്നു. രാഷ്ട്രീയ ധാർമ്മികതയുടെ ആ ഒരു അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CPM ആകട്ടെ അദ്ദേഹമാകട്ടെ, CPM അദ്ദേഹത്തോട് രാജിവെപ്പിക്കണം. അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകുകയാണ് വേണ്ടത്. രാജിവെക്കില്ല എന്നുള്ളത് ആ നിലപാട് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അതായത് മറ്റ് പാർട്ടികൾ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നത് അത് നിരോധിക്കാനും നിയമം വേണമെന്ന്. അല്ല, അങ്ങനെയല്ല. അതങ്ങനെയല്ല. ഇതായത് ഞാനിപ്പോൾ പറയുന്നതല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ എടുക്കുന്നൊരു നിലപാടാണ്. തുറന്നു പറഞ്ഞാൽ, ശ്രീ അബ്ദുള്ളക്കുട്ടി CPM നിന്ന് വന്ന കാലത്ത് അന്ന് തന്നെ എൻ്റെ സ്റ്റാൻഡ് അതാണ്. കാരണം ഈ പാർട്ടി വിട്ട് പാർട്ടി വരുമ്പോൾ അവർക്ക് നേരത്തെ പദവി കൊടുക്കുന്നത് ശരിയല്ല. അവർക്കൊരു കൂളിംഗ് പീരീഡ് വേണം. അവർക്കൊരു ചുരുങ്ങിയ സമയം നിശ്ചയിച്ച്, അതേത് പാർട്ടിയായാലും, ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച് വേറൊരു പാർട്ടിയിലേക്ക് വരുമ്പോൾ അവർക്ക് നേരെ സ്ഥാനം കൊടുക്കുക, അവരെ നേരെ മന്ത്രിമാരാക്കുക. ഇപ്പോൾ നമുക്കറിയാം, കൂറുമാറ്റ നിരോധന നിയമമൊക്കെ ആദ്യകാലത്തൊക്കെ കുറച്ച് ഫലപ്രദമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മറികടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും മെനയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് ഫലപ്രദമല്ല. അതുകൊണ്ട് ഒന്ന്, ആ കൂറുമാറ്റ നിരോധന നിയമം കാലോചിതമായി പരിഷ്കരിക്കണം. കൂറുമാറ്റം ആയാറാം ഗയാറാം ആ രാഷ്ട്രീയം സമ്പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിൽ, സമൂലമായ രീതിയിൽ അത് പരിഷ്കരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.